ടൊവിനോ തോമസിന്റെ നരിവേട്ട. സോ ഈ സിനിമ കാണാൻ പോണതിന് മുമ്പ് ഒരു കാര്യം മനസ്സിൽ വെക്കണം. ഇതൊരു ഹീറോ വന്നിട്ട് ഒരു 800 പേരെ അടിച്ചിടുന്ന ഒരു മാസ് മസാല പടമല്ല. റിയൽ ലൈഫ് ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. പക്ഷെ അതൊരു ഡോക്യുമെന്ററി ടൈപ്പ് പോർട്രയൽ അല്ല കൊടുത്തിരിക്കുന്നത്. ആ റിയൽ ലൈഫ് ഇൻസിഡൻസിനെ ഇൻസ്പയർ ആയിട്ട് എടുത്തൊരു സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ആൻഡ് ടൊവിനോ തോമസ്, സി ഈ അജയന്റെ രണ്ടാം മോഷൻ ഇറങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൊവിനോ തോമസ് ഡിസേർവ് സം സോർട്ട് ഓഫ് അവാർഡ്. അന്ന് എല്ലാവരും കൂടി എന്നെ എയറിൽ കയറ്റാൻ നിന്നതായിരുന്നു. ഇപ്പൊ 48ാമത്തെ എന്തോ കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച ആക്ടർ ടൊവിനോ ആയിരുന്നു. ആൻഡ് ദാറ്റ് ടു ഫോർ അജയന്റെ രണ്ടാം മോഷണം. അത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. ഇത് അതുക്കും ഒരു പടി മേലെ എന്ന് വേണമെങ്കിൽ പറയാം. കിടിലം പെർഫോമൻസ് ആയിരുന്നു. അതായത് ദിസ് ഈസ് ഹിസ് ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആളുടെ ഒരു കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ ഊറ്റിയെടുത്തിട്ട് ഒരു പടം ഉണ്ടാക്കി എങ്ങനെയാണ് അതേപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്നത്. വാട്ട് ആൻ ആക്ടർ ബ്രോ, വേറെ ലെവൽ തന്നെ ആയിരുന്നു. സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പൊ ടൊവിനോന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, എന്താ വർഗീസ് പീറ്റർ പറഞ്ഞിട്ട്, അത് വേറൊരാൾക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല. അത്രയും അടിപൊളിയായിട്ടാണ് ആള് ചെയ്തു വെച്ചിരിക്കുന്നത്. ആൻഡ് ടുവേർഡ്സ് എൻഡ് കുറച്ച് ഇമോഷണൽ പോർഷൻസും ടൊവിനോന്റെ ആ ഒരു പെർഫോമൻസും ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്കും കൂടി ആവുമ്പോ ഐ വാസ് ലിറ്ററലി ഇൻ ടു ടിയേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കരഞ്ഞു. അതിൽ ഇമോഷണൽ മാസ് കാരണം ഞാൻ കരഞ്ഞു, അതേപോലെ തന്നെ ഭയങ്കര ഇമോഷണൽ സീൻസ് കാരണവും ഞാൻ കരഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. ആൻഡ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ചിലവർക്ക് ഇത് വന്നിട്ട് ചിലപ്പോൾ ഉറക്ക ഗുളികയായിരിക്കാം, ചിലർക്ക് ഇത് സ്ലീപ്പിംഗ് ഫില്ലായിരിക്കാം. ആൻഡ് ഐ ഡോണ്ട് കെയർ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ സീരിയസ് മോഡിലോട്ടാണ് പടം പോണത്. പിന്നീട് അങ്ങോട്ട് നോൺ ലീനിയർ വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് പിടിച്ചിട്ട് കുറച്ച് ഫ്ലാഷ് ബാക്ക് പോർഷൻസ് പറയും, കുറച്ച് പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങൾ പറയും. അങ്ങനെ പറഞ്ഞു പോണ ഒരു കഥയാണ്. അതിൽ ഈ ടൊവിനോ ഒരു കാട്ടിപ്പോണ ഒരു സീൻ തൊട്ടിട്ട് ഇന്റർവെൽ വരെ ഭയങ്കര ലാഗ് ഉണ്ട്. അത് സമ്മതിച്ചു തന്നേ പറ്റൂ. ഭയങ്കര ലാഗാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ പടം കയറി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ ഈ കാലോസ് ആൻസലോട്ടി പറയില്ലേ, റയൽ മാഡ്രിഡിന്റെ സ്റ്റാർട്ടിംഗ് 11 റൊണാൾഡോ ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി 1-0 അപ്പ് ആണെന്ന്. അതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ജെയ്ക്സ് ബിജോയ് മ്യൂസിക് ചെയ്യേണ്ടി വെച്ചാൽ നമ്മൾ ഓൾറെഡി 50% പടം സക്സസ് ആണെന്ന് പറയാം. ആ ഒരു ലെവലിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അങ്ങേര് നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ആ ഇമോഷണൽ സീൻസും അതേപോലെ തന്നെ റൊമാൻറ്റിക് സീൻസ് ഒക്കെ ആകുമ്പോൾ ഇങ്ങേര് മ്യൂസിക് വരുമ്പോൾ അത് തരുന്ന ഒരു ഫീല് വേറെ തന്നെയാണ്. ആ തുടക്കത്തിൽ കുറച്ച് ഇമോഷണൽ സീൻസ് ഉണ്ട്, ടുവേർഡ്സ് എൻഡ് കുറച്ച് ഇമോഷണൽ സീൻസ് ഉണ്ട്. അതിൽ ഇങ്ങേരെ മ്യൂസിക് ഒക്കെ വരുമ്പോൾ അടിപൊളിയായിരുന്നു. ആൻഡ് ആ മറ്റേ മിന്നൽ വള പാട്ടിന്റെ പ്ലേസ്മെന്റ് കിട്ടിലായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടതിൽ ചേരന്റെ പെർഫോമൻസ് ആണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ചേരനാണ് ഈ സിനിമയിൽ വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഈ യൂഷ്വൽ വില്ലനിസം അല്ല, അതായത് വന്ന അലറുക, 4 പേരെ ചവിട്ടി കൊല്ലുക, അങ്ങനത്തെ ഭയങ്കര വയലന്റ് ആയിട്ടല്ല, മറ്റേ അലർച്ചയുള്ള വില്ലനിസം അല്ല. സട്ടിലായിട്ട് ആള് വില്ലനിസത്തിന്റെ പീക്ക് കാണിച്ചു തരും. സോ നിങ്ങൾക്ക് ഈ പെർഫോമൻസ് ബേസ്ഡ് പടങ്ങൾ അതൊക്കെ ഇഷ്ടമാണ്, സ്ലോ പേസ്ഡ് ആയിട്ടുള്ള പടങ്ങൾ ഇഷ്ടമാണ്, റിയൽ ലൈഫ് ഇൻസിഡന്റ് ബേസിസ്